Hello everyone, welcome back to our channel. ഇന്ന് ഞാൻ ബോട്ടം സ്ട്രീമിൻ്റെ കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് കാണണം. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A man can row at the rate of 12 km per hour in still water. If the river is running at 4 km per hour, it takes 4 hours more to go upstream than to go downstream. Then how far is the place? So, എന്താ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? A man can row at the rate of 12 km per hour in still water. അപ്പോൾ still waterൽ എടുത്ത സ്പീഡ് എന്താണ്? 12 km per hour. If the river is running at 4 km per hour, അതായത് എൻ്റെ സ്പീഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 4 km per hour ആണ്. അങ്ങനെ എടുത്തപ്പം ഇറ്റ് ടേക്സ് 4 hours മോർ ടു ഗോ അപ്സ്ട്രീം ദാൻ ടു ഗോ ഡൗൺ സ്ട്രീം. അതായത് അപ്സ്ട്രീമിൽ പോകാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 4 hours മോർ ആണ് കമ്പയർഡ് ടു ഡൗൺ സ്ട്രീം. അങ്ങനെയാണെങ്കിൽ ദെൻ ഹൗ ഫാർ ഈസ് ദ പ്ലേസ്? നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതത്ര ഒരു ഡയറക്റ്റായിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് സ്പീഡ് ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്? മാൻ ക്യാൻ റോ അറ്റ് ദ റേറ്റ് ഓഫ് 12 km per hour ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പോൾ സ്പീഡ് ഓഫ് മാൻ ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് 12 km per hour സ്പീഡ് ഓഫ് കറണ്ട് 4 km per hour ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അപ്സ്ട്രീം സ്പീഡ് എന്ത് വരും? 12 - 4 ദാറ്റ് ഈസ് 8 km per hour. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നതോ 12 + 4 16. ഓക്കെ, അപ്പം നമ്മൾ അപ്സ്ട്രീം കിട്ടി, ഡൗൺ സ്ട്രീമും കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ടേക്സ് 4 hours മോർ ടു ഗോ അപ്സ്ട്രീം ദാൻ ടു ഗോ ഡൗൺ സ്ട്രീം. ഇവിടെ എന്താ ഈ തന്നിരിക്കുന്നത്? ടൈം ഡിഫറൻസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ 4 hours ഇല്ലേ? അപ്സ്ട്രീമിലെടുത്ത ടൈം എന്ന് പറയുന്നത് 4 hours കൂടുതലാണ് കമ്പയർഡ് ടു ഡൗൺ സ്ട്രീം. ദാറ്റ് ഈസ് ആ ഒരു അപ്സ്ട്രീമിലെടുത്ത ഞാൻ TU - T ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? 4 hours ആണെന്ന്, അതായത് ടൈം ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? നോക്കി, നമുക്കറിയാം സ്പീഡ് കാണുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ടൈം കാണുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ രണ്ടിടത്തും എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഞാൻ അതിനെ എക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. എക്സ് ബൈ 8 എന്താ ടൈം? എക്സ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് അപ്സ്ട്രീം സ്പീഡ് ഞാൻ 8 എന്ന് കാണിച്ചു. മൈനസ് എക്സ് ബൈ 16 എന്ന് പറയുന്നതാണ് ഈ 4 hours. സോ ഇതിനെ നമ്മളിനി ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എങ്ങനെ? ക്രോസിനെടുത്ത് 16x - 8x 8 × 16 × 8 ദാറ്റ് ഈസ് 4. ദാറ്റ് ഈസ് 8x ഈക്വൽ ടു 128 ഈക്വൽ ടു 4. 8x ഈക്വൽ ടു 128 × 4 512. X equal to 512 divided by 8 that is 64. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 64 km. ഓക്കെ, ചെയ്തെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ ടൈം ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ടൈം കാണുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ ഡിസ്റ്റൻസിനെ രണ്ടിടത്തും സെയിം ആക്കി. എക്സ് ബൈ 8 മൈനസ് എക്സ് ബൈ 16 ആണ് 4. അതിൽ നിന്ന് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ 64 വരും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 64 km. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ ക്യാൻ റോ 7.5 km in still water. If the river is running at 1.5 km per hour, it takes him 15 minutes to row a place and come back. How far off is the place? ഇപ്പോൾ ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റിൽ വാട്ടർ സ്പീഡ് ഓഫ് മാൻ ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് 7.5 km per hour ആണ്. അപ്പോൾ ഞാൻ അതിനെ സ്പീഡ് ഓഫ് മാൻ ഇൻ സ്റ്റിൽ വാട്ടർ 7.5 km per hour. ആൻഡ് ഇഫ് ദ റിവർ ഈസ് റണ്ണിങ് അറ്റ് 1.5 km per hour. അപ്പോൾ സ്പീഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 1.5 km per hour ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തപ്പോൾ ഇറ്റ് ടേക്സ് ഹിം 50 minutes ടു റോ എ പ്ലേസ് ആൻഡ് കം ബാക്ക്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ടൈം ഡിഫറൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ എന്താണ്? ടോട്ടൽ എടുത്ത ടൈമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 15 minutes ആണ് പോയിട്ട് തിരിച്ചു വരാൻ എടുത്തത്. അങ്ങനെയാണെങ്കിൽ അപ്പോഴുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം മെത്തേഡാണ്, പക്ഷേ ഇവിടെ നമ്മൾ ടോട്ടൽ ടൈമായിട്ട് 15 എടുക്കണം. ദാറ്റ് ഈസ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാം.
എങ്ങനെ മൈനസ് ചെയ്യണം. ഇത് 1.5 ആണ്. 7.5 മൈനസ് 1.5 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 7.5 പ്ലസ് 1.5 എന്ന് പറയുന്നത് എന്ത് വരും? 9 വരും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ടോട്ടൽ ടൈമാണ് 15 മിനിറ്റ്സ്. ദാറ്റ് ഈസ് അപ്സ്ട്രീമിലെടുത്ത ടൈം അതുപോലെ ഡൗൺ സ്ട്രീമിലെടുത്ത ടൈമാണ് 15 മിനിറ്റ്സ്. അപ്പം നമ്മൾ ഈ മിനിറ്റിനെ ഒന്ന് മാറ്റണം, അവർ ആക്കാനായിട്ട് 15/16 ആയിട്ട് എടുക്കണം. നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, ഇവിടെ അപ്സ്ട്രീമിനെ ഞാൻ 6 ആയിട്ട് എടുത്തു. അപ്പോൾ ടൈം കാണാൻ അറിയാലോ, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ദാറ്റ് ഈസ് x/6 പ്ലസ് x/9 ആണ് ഈ പറഞ്ഞിരിക്കുന്ന 15 മിനിറ്റ്സ്. മിനിറ്റിനെ അവറിലോട്ട് മാറ്റണം, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ്. സോ 15/16. അപ്പം ക്രോസിന് എടുക്കുമ്പം 9x പ്ലസ് 6x 15x ഡിവൈഡഡ് ബൈ 15/4 ഈക്വൽ ടു 5/6. അപ്പം ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 54 × 5 ഡിവൈഡഡ് ബൈ 15 × 6 ക്യാൻസലായി പോകും. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? 3 കിലോമീറ്റർ. ഓക്കെ, ഇവിടെയും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ ചെയ്യണം. അവിടെ ടൈം ഡിഫറൻസ് ആയിരുന്നു, ഇവിടെ ടോട്ടൽ ടൈമാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ആഡ് ചെയ്ത് ടോട്ടൽ ടൈം ആക്കുക. സോ നമ്മുടെ ഡിസ്റ്റൻസ് എന്ത് വരും? 3 കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ ക്യാൻ റോ അറ്റ് ദ റേറ്റ് ഓഫ് 20 km/h ഇൻ സ്റ്റിൽ വാട്ടർ. ദ വെലോസിറ്റി ഓഫ് കറണ്ട് ഈസ് 5 km/h. ഇറ്റ് ടേക്സ് ഹിം 8 hours ടു റോ എ പ്ലേസ് ആൻഡ് കം ബാക്ക്. ഹൗ ഫാർ ഈസ് ദ പ്ലേസ്? ഇവിടെ ടോട്ടൽ ടൈം ആണ് പറഞ്ഞിരിക്കുന്നത് 8 hours. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സെഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.